നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ വന്നിരിക്കുന്ന ഒരു ഫീച്ചേഴ്സാണ്. പലരും കണ്ടിട്ടുണ്ടായിരിക്കും ട്രൈ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ്റെ പ്രയോജനം എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനലായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ സ്ക്രീൻ റെക്കോർഡ് ഈ ഒരു സൈഡിൽ കാണാം. അപ്പം നമുക്ക് ഇതുപോലെ ട്രൈ നൗ ഓപ്ഷനിലോട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അതിനകത്ത് ഏതൊക്കെ ഗെയിംസ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാൾ ഓഫ് ഡ്യൂട്ടി നോക്കാം. കാൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ നമുക്ക് അങ്ങനെ ഓപ്ഷനിൽ കിട്ടുമെന്ന് നോക്കാം. കാൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ അങ്ങനെ ഒരു ഓപ്ഷനിൽ കിട്ടും. ട്രൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കിട്ടും. അതുപോലെ നമുക്ക് പബ്ജി മൊബൈൽ നോക്കാം. പബ്ജി മൊബൈൽ ലൈറ്റ് ബീറ്റ അത് കിട്ടത്തില്ല. അങ്ങനെ ഒരു ഓപ്ഷനിലോട്ട് നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെ കാര്യം ഈ ഒരു ഗെയിം ഓൾറെഡി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആക്കി ട്രൈ നൗ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടത്തില്ല. നമുക്കിപ്പോൾ അപ്പോൾ ചില ഗെയിംസിന് ഇത് കിട്ടും, ചില ഗെയിംസിന് ഇത് കിട്ടുന്നില്ല. ചില ഗെയിംസിന് എന്താ കിട്ടാത്തതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ എബൌട്ട് സെക്ഷൻ ഉണ്ട്. നമ്മുടെ സെറ്റിങ്സ് എടുക്കുക, പ്ലേ സ്റ്റോറിൻ്റെ എബൌട്ട് സെക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ പ്ലേ സ്റ്റോർ വേർഷൻ എന്നുള്ളത് ഇതിൽ നമ്മൾ 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ആൾറെഡി ഒരു ഡെവലപ്പർ ഓപ്ഷൻ ഞാനിവിടെ ആൾറെഡി നേരത്തെ ചെയ്തുകൊണ്ടാണ് ഡെവലപ്പർ ഓപ്ഷൻ വന്നിരിക്കുന്നത്. നിങ്ങളങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയി കിട്ടും. അതാണ് ഡെവലപ്പർ ഓപ്ഷൻ്റെ ഒരു മെത്തേഡാണ് ഈ കിടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഓപ്ഷൻസൊക്കെ നോക്കി തന്നെ ഇവിടെ താഴെ കണ്ടോ ഇൻറ്റേർണൽ ആപ്പ് ഷെയറിംഗ് എന്നുള്ളത് ഓൺ ചെയ്തിടുക. അതിൽ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ടെസ്റ്റ് വേർഷൻ ഓഫ് ദ ആപ്സ് ഇത് ആർ ഷെയർഡ് വിത്ത് യു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഇനേബിൾ ചെയ്തിടുക. അതിനുശേഷം ഗൂഗിൾ പ്ലേ സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പ്ലേ എന്ന് പറഞ്ഞത് അത് നമ്മൾ ഇനേബിൾ ചെയ്തിടേണ്ട കാര്യമൊന്നുമില്ല. ഇനേബിൾ ചെയ്തിട്ടാൽ നമ്മളിപ്പോൾ ഗൂഗിൾ പ്ലേ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ അക്കൗണ്ട് അവിടെ രജിസ്റ്റേർഡ് ആയിരിക്കും. അങ്ങനെയുള്ള അല്ല അത് ഇനേബിൾ ചെയ്യണമെന്നില്ല, വേണ്ടവർക്ക് അത് ഇനേബിൾ ചെയ്തിടാം. ഇപ്പോൾ നിങ്ങൾ ഇൻറ്റേർണൽ ആപ്പ് ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രം നിങ്ങൾ ഇനേബിൾ ചെയ്തിടുക. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ വേറെ ഒന്നും നിങ്ങൾ ഇനേബിൾ ചെയ്യേണ്ട. ബാക്കി കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ ഫ്രീ ഫയർ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിം വരുന്ന കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ട്രൈ നൗ എന്നൊരു ഓപ്ഷൻ കിടക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ട്രൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നേരെ ആ ഗെയിമിലോട്ടൊന്ന് ലോഡായി പോകുന്ന കാണാം. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഗെയിം കളിക്കാമല്ലോ, എങ്കിൽ നമുക്ക് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചാലേ ആ ഗെയിമിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എടുത്ത് കളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ഗെയിം കയറി കളിക്കാൻ പ്ലേ സ്റ്റോർ വഴി ട്രൈ നൗ ചെയ്ത് നിങ്ങൾക്ക് ഗെയിം കയറി കളിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അതിനകത്ത് ചെറിയൊരു മെഷീൻസ് മാത്രമേ അവർ തരത്തുള്ളൂ. ചെറിയൊരു ഭാഗം മാത്രം 2 മിനിറ്റിൻ്റെ ഒരു ദൈർഘ്യത്തിലുള്ള ഒരു ചെറിയൊരു ഗെയിം പ്ലേ മാത്രമേ തരൂ. അത് നമുക്ക് കളിച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലാണ് ട്രൈ നൗ എന്നുള്ള ഓപ്ഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കാൾ ഓഫ് ഡ്യൂട്ടി നമ്മളെടുത്താൽ തന്നെ ട്രയൽ വേർഷനായിട്ട് നമുക്ക് കളിച്ച് നോക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കൊരിക്കലും ആ ഒരു ഗെയിം എടുത്ത് കളിക്കുന്ന പോലെ തന്നെ കളിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിനകത്ത് 2 PC വേർഷനിലുള്ള 2 കാര്യങ്ങൾ ഞാൻ വീഡിയോസ് ചെയ്തായിരുന്നു 2 പ്രാവശ്യം. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് വേണ്ടവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം ഇനി അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. ഞാൻ ഇന്ന് അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചിരുന്നായിരുന്നു. പക്ഷേ അപ്പം എനിവേ ഗൈസ്, ഈ ഒരു ഗെയിമിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എക്സിറ്റ് ആവുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. എക്സിറ്റ് ആവാത്തത് വേറൊന്നുമല്ല, നമ്മുടെ ഗെയിമിലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇതിലായിരിക്കും നിൽക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹോം ബട്ടൺ അടിച്ച് എക്സിറ്റ് ചെയ്തിട്ട് പ്ലേ സ്റ്റോർ ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഗെയിംസ് നോക്കാം. മറ്റേത് ഗെയിംസിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആയ പോലെയുള്ളൊരു ഇതായിട്ടേ വരത്തുള്ളൂ. അല്ല നമ്മളിപ്പോൾ ഗെയിം ചിലപ്പം നിങ്ങൾ പല ഗെയിംസും എടുക്കുമ്പോൾ ഒന്നെങ്കിൽ വീഡിയോ കൊണ്ടായിരിക്കും ചിലവർ എടുക്കുന്നത്. അപ്പോൾ അതിനും ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് ട്രൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോസ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ എനിവേ ഗേസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.